ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ബിഗ് ബോസിൻ്റെ 12th എപ്പിസോഡ് ഇപ്പോൾ എയർ ചെയ്തിരിക്കുകയാണ്. ഇന്ന് നടന്ന മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ എവിക്ഷൻ ആണോ നടന്നത്? അതിൻ്റെ സംശയത്തിലാണ് വീട്ടിലിരിക്കുന്ന എല്ലാ ആൾക്കാരും ഉള്ളത്. എനിക്ക് തോന്നുന്നത് എവിക്ഷൻ അല്ല, അവരെ സേഫായിട്ടുള്ള ഏതൊരു സ്ഥലത്തോട്ടേക്ക് മാറ്റിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് ആരൊക്കെയാണെന്നുള്ള ചർച്ചയിലേക്ക് നമുക്ക് പിന്നീട് വരാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇന്ന് പ്രോമോവും കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൂറയ്ക്ക് ജിസലിൻ്റെ അടുത്തൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അത് ആദില ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ആദില ചോദിക്കുന്നുണ്ടായിരുന്നു നൂറയുടെ അടുത്ത്, ഇങ്ങനെയൊക്കെ സേഫ് ഗെയിമൊക്കെ കളിച്ചിട്ട് പോയാൽ മതിയോ, എന്തിലൊക്കെങ്കിലും ഒക്കെ റിയാക്ട് ചെയ്യേണ്ടത്, എസ്പെഷ്യലി മേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് എല്ലാവരും ജിസലിനെ കോർണർ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇത്രയും സ്റ്റുപ്പിഡായിട്ടുള്ളൊരു കാര്യം ഈ ഡിസിഷനെടുത്ത് അവനെ മഹാപൊട്ടൻ എന്ന് വിളിക്കണം. ഇതാരാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളത് വെച്ചാൽ അവൻ്റെ അത്ര വലിയൊരു പൊട്ടൻ ഈ ലോകത്തിലില്ല. അത്രയും വലിയൊരു പൊട്ടൻ. ഈ കണ്ടസ്റ്റൻസ് രാവിലെ തൊട്ട് ഇത് മാത്രമേ പറയാനുള്ളൂ. അത് കേട്ട് 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 ഞങ്ങൾ പ്രേക്ഷകർക്ക് മടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നതാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു സംഭവം കമൻറ്റ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇപ്പം ജിസലും അനുമോളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എനിമീസായി മാറിയിട്ടുണ്ട് എന്ന് പറയാം. അതൊരു തരത്തിൽ അനുമോളിൻ്റെ വല്ലാത്തൊരു ചൊറിച്ചലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള ഹൗസിലുള്ള ആണുങ്ങളും ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇതത്ര കെയർ ചെയ്യുന്നില്ല. കാരണം ആ സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് നോക്കിക്കോളും. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നടന്ന് ഇവരെന്താ അല്ലെങ്കിൽ അവരെന്താ ചെയ്ത് അവിടെ ഇപ്പോൾ ഒരാൾ തുമ്മിയാൽ പോലും ബിഗ് ബോസ് അത് നോട്ടീസ് ചെയ്യും. അത്രയും ആൾക്കാർ അവിടെ സർവൈലൻസ് പോലെ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ പിന്നിൽ ഇങ്ങനെ ചൊറിഞ്ഞ് നടക്കുന്ന അനുമോളുടെ സ്വഭാവം ഒരുവിധം ചൊറിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, വളരെ അബദ്ധമായിട്ട്. അതുപോലെ തന്നെ അനുമോൾ കിടന്ന് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അതൊക്കെ ഒരു ഷോ ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ശൈത്യമായിട്ടാണ് ഇപ്പം മെയിൻ കമ്പനി എന്നാണ് ഇപ്പോൾ ഉള്ള എപ്പിസോഡ് കാണുമ്പോൾ തോന്നുന്നത്. അതായത് ശൈത്യമാണെങ്കിൽ നല്ല സ്മാർട്ട് പ്ലേ കളിക്കുന്നുണ്ട്. അതായത് അനുമോളെ കൊണ്ട് ഓരോന്ന് പ്ലേ ചെയ്യിപ്പിക്കുന്നത് ശൈത്യമാണെന്ന് തോന്നുന്നു. കാരണം ശൈത്യം ഇങ്ങനെ ടക്കട്ടക്ക് കൊടുക്കുന്നുണ്ട്. എനിക്ക് ജിസലിനെ കണ്ടാൽ ദേഷ്യം വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ബാക്കിയുള്ള ആമ്പിള്ളേരൊന്നും കൊള്ളില്ല. അവർ ഈ ജിസലിൻ്റെ ഫാനായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് അവരെ വായും പൊളിച്ച് നോക്കിയിരിക്കുകയാണ്. അവർക്കൊന്നും റിയാക്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല എന്ന്. അതുപോലെ തന്നെ ഇന്നുണ്ടായിരുന്ന വേറൊരു ടാസ്ക്കാണ് ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളത്. അതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് നമ്മുടെ ജിസലിൻ്റെയും ആര്യൻ്റെയും നല്ല അടിപൊളിയായിരുന്നു. നല്ല ബോൾഡായിട്ടുള്ള അടിപൊളി സംഭവമായിരുന്നു. അതുപോലെ തന്നെ നൂറ ആൻഡ് മറ്റേ ശൈത്യ ചെയ്തതും കുഴപ്പമില്ലായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ആപ്പാനിഷരത്ത് കളം മാറ്റിയോ അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി ഒന്ന് മാറ്റിയോ എന്നറിയില്ല. ഇടയ്ക്ക് ഈ ടാസ്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അനീഷ് ബ്രോൻ്റെ അടുത്ത് പോയിട്ട് പൊട്ടിത്തെറിക്കുകയും എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നറിയാം. അവസാനം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ചതിയനാണ്, നിങ്ങളെല്ലാവരും ചതിച്ചു, നിങ്ങൾ ഗെയിമിൽ ഇതാക്കി. അതാണ് ആ മനുഷ്യൻ്റെ ഗെയിം. അനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ ചൊറിയനാണ്, ചൊറിഞ്ഞിരുന്നു. അയാൾ കണ്ണും മൂക്കും നോക്കാറില്ല, ആൾക്കാരുടെ മുഖം നോക്കി ഫേവറിസം കാണിക്കാറില്ല. അയാൾക്ക് വെട്ടേണ്ട സമയത്ത് വെട്ടും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കളിയാണ് അയാൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനം പിന്നെ ഉപദേശത്തിലോട്ടേക്കൊക്കെ എത്തിയ പോലെയൊക്കെയാണ് എനിക്കിന്ന് തോന്നിയത്. ഇനി കുറേ നേരം ഉപദേശിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടൈലൻഡിന് നമ്മുടെ അനീഷ് ബ്രോന് വേണ്ടി പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. എന്താണാവോ അവസാനം സോപ്പിട്ട് നിലത്തടിക്കാനാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ ചെയ്താൽ അവർക്ക് നല്ലത്, വേറൊന്നും പറയാനില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന മെയിനായിട്ടുള്ള കാര്യം. ഒരുവിധം എല്ലാ ദിവസവും സെയിം ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കണ്ടൻറ്റ് തന്നെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. മേക്കപ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ വേറെ ഈ അനീഷിൻ്റെ ചൊറിച്ചൽ, പിന്നെ ജിസലിൻ്റെ ബാക്കിൽ അനിമോള് പോകുന്നു. അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു അലമ്പ് സീസണായിട്ടാണ് ഇപ്പം ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ബോറാണ്, നല്ല രീതിയിൽ ഒന്നാം തരം ബോറാണ്. ആൾക്കാർക്കൊക്കെ ഇപ്പം തന്നെ ഒരുവിധം ഇൻട്രസ്റ്റ് ഒക്കെ പോയി തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ആയി കഴിഞ്ഞാൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ്സാണ്. അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു സസ്പെൻസോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. അതായത് വൈൽഡ് കാർഡ് അറ്റ്ലീസ്റ്റ് ഒരു 2 പീപ്പിളെങ്കിലും എൻട്രി ഉണ്ടെങ്കിലേ ഈ ഹൗസിൽ എന്തെങ്കിലും ഒരു ഓളം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് ടാസ്കിൻ്റെയും ഗെയിമിൻ്റെയും ഇതിൽ പുറത്താക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഹൗസിൽ നിന്ന് മാറ്റിയിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓനിയിലും പിന്നെ നമ്മുടെ ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്ന സ്ത്രീയുമാണ്. അപ്പോൾ ഓനിയിൽ കാരണം ഇവർക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ അവിടെ ഇരുന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗുണം മാത്രമാണ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് മെയിനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇയാൾ ഔട്ടായത് അനീഷിൻ്റെ ഗെയിം പ്ലേ കാരണമാണ്. അപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓനിയിൽ ഇല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേരിലുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള 12 എപ്പിസോഡ് കണ്ടിട്ട് ആസ് ബിഗ് ബോസ് ഫാൻസ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടോ? ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡിന് വേണ്ടി നാളത്തേക്ക് കാത്തിരിക്കുകയാണ്. അതിൽ കഴിഞ്ഞ വീക്കിലുള്ള എപ്പിസോഡും ഒരുവിധം പൊളിയായിരുന്നു. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാതിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി കണ്ടസ്റ്റൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു വേസ്റ്റ് ഫോമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നത്തിങ് എക്സൈറ്റിംഗ്. So we'll come with another video next time. Until then, take care, stay tuned, and bye bye.